ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ രാജാവും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ യേശുക്രിസ്തുവിന് രാജാവോ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. അവൻ നിത്യരാജാവും ദൈവസന്നിധിയിൽ നമ്മുടെ മഹാപുരോഹിതനുമാണെന്ന് പല വചനങ്ങളുടെ പിൻബലത്തോടെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് വരാം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ മുഖവരിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. 5-ാം വാക്യം വരെയാണ് നമ്മൾ പഠിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. 6-ാം വാക്യം ഞാൻ വായിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. 4-ഉം 5-ഉം വാക്യങ്ങളിലൂടെ 7 സഭകൾക്കുള്ള ആശംസ അറിയിച്ചതിന് ശേഷം അപ്പസ്തോലൻ കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വവും ബലവും അർപ്പിക്കുന്നു. അവൻ നമ്മെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നതിനും വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ കർത്താവ് തൻ്റെ ജീവൻ നമുക്കായി നൽകിക്കൊണ്ട് ആ മഹാസ്നേഹം നമ്മെ കാണിച്ചു. നമ്മുടെ പാപം പോക്കി നമുക്ക് വേണ്ടി അവന് മറുവിലയാഗമായി തീർന്നു. അവൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കി തീർത്തു. ചില പരിഭാഷകളിൽ രാജാക്കന്മാരും പുരോഹിതന്മാരും എന്നാണ് കാണുന്നത്. ഈ 2 പദവികൾക്കും നമുക്കൊരു യോഗ്യതയുമില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ആ പദവിയിലേക്ക് നമ്മെ ആക്കി തീർത്തു. ദൈവത്തിൻ്റെ സഭ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ ലോകത്തിൻ്റെ രാജാവായിരുന്ന സാത്താൻ്റെ രാജ്യത്തിലെ പ്രജകൾ ആയിരുന്നു, അവൻ്റെ അടിമകളായിരുന്നു. അവിടെ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. അവൻ്റെ രക്തത്താൽ പിതാവിനോട് നമ്മെ നിരപ്പിച്ചു. അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കിപ്പിച്ചു, അല്ലെങ്കിൽ അവൻ്റെ രാജ്യമാക്കി. അവൻ്റെ പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇതോർത്താണ് അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിന് മഹത്വവും ബലവും കരയറ്റുന്നത്. 1-2 വാക്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇവിടെയും കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ ദൈവത്തിനായി നമ്മെ വിലയ്ക്ക് വാങ്ങി അവൻ്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് കാണുന്നു. കൊലോസ്യർ 1:13 ഞാൻ വായിക്കാം. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇവിടെ പിതാവായ ദൈവം നമ്മെ അന്ധകാരത്തിൻ്റെ അധിപതിയായിരുന്ന സാത്താൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവരാജ്യവും പുത്രൻ്റെ രാജ്യവും രണ്ടാണോ? വേദപുസ്തകത്തിൽ ദൈവരാജ്യമെന്നും പുത്രൻ്റെ രാജ്യമെന്നും യേശുക്രിസ്തുവിൻ്റെ രാജ്യമെന്നും പിതാവിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാം ഒരു രാജ്യത്തെ തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമായാൽ ദൈവരാജ്യം എന്ന വിഷയം നമ്മൾ പഠിക്കും. അപ്പോൾ ഈ വിഷയം കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വാക്യത്തിലേക്ക് പോകാം. വാക്യം 7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് അപ്പോസ്തലൻ ഇവിടെ നൽകുന്നത്. റോമൻ ഭരണാധികാരികളുടെ
അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്ന സന്ദേശം. അന്നത്തെ സഭകൾക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ഉള്ള എല്ലാ സഭകൾക്കുമുള്ള സന്ദേശമാണിത്. നമ്മുടെ കർത്താവ് വരുന്നു. അതിവേദനയുടെയും ദുഃഖത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിൽ നിന്നും നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് തക്ക പ്രതിഫലം നൽകുവാൻ അവൻ വരുന്നു. അവൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മേഘാരൂഢനായി വരുന്നു എന്നാണ്. മേഘാരൂഢനായി, മേഘത്തെ വാഹനമാക്കി. മത്തായിയുടെ സുവിശേഷത്തിൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമെന്നും മർക്കോസിന്റെ സുവിശേഷത്തിൽ ആകാശമേഘങ്ങളോടെ വരുമെന്നും എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22:64, മർക്കോസ് 14:62. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. മഹാ തേജസ്സോടെ മേഘവാഹനമേറി വരുന്ന അവനെ കാണാത്തതായി ഒരു കണ്ണുപോലും ഉണ്ടാകില്ല. സകല മനുഷ്യരും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവൻ്റെ വിലാപ്പണം കുത്തിത്തുളച്ചത് റോമൻ പടയാളികളാണെന്ന് നമുക്കറിയാം. അവൻ്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തിയ ആ പടയാളി പോലും അവൻ്റെ ഈ വരവ് കാണും. ഇതെങ്ങനെ സംഭവിക്കും? അവനെ വിസ്തരിക്കാൻ ഒന്നിച്ചുകൂടിയ ന്യായാധിപ സംഘത്തോടും മഹാപുരോഹിത സംഘത്തോടും അവൻ പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. ഞാനത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യം. യേശു അവനോട്, ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇതവന് വെറുതെ പറഞ്ഞതല്ല, ഇത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. അവനെ തള്ളിക്കളഞ്ഞ തൻ്റെ ജനം, കുറ്റമില്ലാത്തവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത മഹാപുരോഹിതന്മാർ, ന്യായാധിപന്മാർ, അവനെ വിസ്തരിച്ചവർ, അവനെ ശിക്ഷ വിധിച്ച റോമൻ ഭരണകൂടം, അവനെ ദണ്ഡിപ്പിച്ച പടയാളികൾ, അവനെ ക്രൂശിലേറ്റിയവർ, അവനെ കുത്തിയവർ, അങ്ങനെ എല്ലാവരും മഹാ തേജസ്സോടെ വരുന്ന അവൻ്റെ വരവ് കാണും. അവർ മാത്രമല്ല, ഏത് കണ്ണും അല്ലെങ്കിൽ സകല മനുഷ്യരും ഈ വരവ് കാണും. ഇതെങ്ങനെ സംഭവിക്കും? ഇതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. കർത്താവിൻ്റെ രണ്ടാം വരവെങ്കിൽ സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ സുവിശേഷം 5:28, 29 വാക്യങ്ങൾ. ഇതിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഇങ്ങനെ സകല മനുഷ്യരും പുനരുത്ഥാനം ചെയ്ത് അവൻ്റെ വരവ് കാണും. ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. സഭ എടുക്കപ്പെടുന്നത് എപ്പോൾ? കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നത് എപ്പോൾ? ദുഷ്ടജനത്തിൻ്റെ പുനരുത്ഥാനം എപ്പോൾ? ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ പഠനം മുമ്പോട്ട് പോകുമ്പോൾ യഥാസമയം നാം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കും. നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേ, ഉവ്വ് ആമേ. അങ്ങനെ തന്നെ സംഭവിക്കും. അവൻ്റെ വരവെങ്കിൽ ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. തൻ്റെ വരവെങ്കിലെ ഈ വലിയ വിലാപത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 24:30 വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. എന്നേക്കുമായി കൈവിടപ്പെട്ടു പോയ, ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ നിരാശയും പരിപ്പുറവും നിറഞ്ഞ മാറിത്തരച്ചുള്ള വിലാപമാണ് ഇത്. നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് ഭൂമിയിൽ നടക്കുന്ന സകല ഗോത്രങ്ങളുടെയും ഈ മഹാപ്രലാപത്തോട് ചേർത്ത് മറ്റൊരു പ്രവചനവാക്യം തെറ്റി പഠിപ്പിക്കാറുണ്ട്. സക്രിയ പ്രവചനം 12:10 വാക്യം. ഞാനിത് വായിക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും.
ഏതിരാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതിനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. ഈ വിലാപം കൈവിടപ്പെട്ട നാശയോഗ്യരായ ജനത്തിന്റെ നിരാശയോടും പരിഭ്രമത്തോടും കൂടി മാറിത്തടിച്ചുള്ള നിലവിളിയല്ല. മഹാശക്തിയോടും തേജസ്സോടും കൂടി ആകാശമേഖലയിൽ വരുന്ന യേശുക്രിസ്തുവിന്റെ വരവെങ്കിലുള്ള വിലാപവുമല്ല. മറിച്ച് പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിന്റെ രണ്ടാം വരവിന് മുമ്പ് വരെയുള്ള കൃപാകാലത്ത് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുന്ന സമയത്ത് നടക്കുന്ന അനുതാപത്തിന്റെയും യാചനയുടെയും കണ്ണീരോടുകൂടിയുള്ള വിലാപമാണ്. പെന്തക്കോസ്ത് നാളിലെ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗം ശ്രദ്ധിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. അപ്പോസ്തല പ്രവൃത്തി 2:22 മുതൽ 24 വരെ വാക്യങ്ങളും 36-37 വാക്യങ്ങളും ഞാൻ വായിക്കാം. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ മുന്നറിവിനാലും സ്ഥിരനിർണയത്താലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. 36-37 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പെന്തക്കോസ്ത് നാളിൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ വാഗ്ദത്തപ്രകാരം കൃപയുടെ ആത്മാവിനെ ഭൂമിയിലേക്ക് ചൊരിഞ്ഞ സമയം, ആത്മീയ വ്യാപാരത്തിന്റെ അത്യന്ത ശക്തിയാൽ ജെറുസലേം പ്രകമ്പനം കൊണ്ട സമയം, കർത്താവിന്റെ അപ്പസ്തോലന്മാർ ആത്മപൂർണരായി അന്യഭാഷകളിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസ് അപ്പസ്തോലൻ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. തന്റെ ജനത്തിന്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് താനാണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് കാണിച്ചു കൊടുത്തിട്ടും അവർ അവനെ അധർമ്മികളുടെ കയ്യാൽ തർപ്പിച്ചു കൊന്നു. തങ്ങൾ മനുഷ്യപുത്രനോട് ചെയ്ത ഈ മഹാ അപരാധത്തെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. വലിയ അനുതാപത്തോടും കണ്ണീരോടും വിലാപത്തോടും കൂടി അവർ ക്രൂശിച്ചു വന്ന ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കി. അന്നു മുതൽ ഇന്ന് വരെയും ഇസ്രായേലിൽ പലരും യേശുക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിലാപം യഹൂദാഗ്രഹത്തിലും യെരുശലേം നിവാസികളുടെ ഇടയിലുമാണ് സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് നടക്കുന്ന വിലാപം ഭൂമിയിലുള്ള സകല ഗോത്രങ്ങളിലുമാണ് നടക്കുന്നത്. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 8-ാം വാക്യം. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ആൽഫയും ഒമേഗയും. ആൽഫ ഗ്രീക്ക് ആൽഫബറ്റിലെ ആദ്യ അക്ഷരവും ഒമേഗ അവസാന അക്ഷരവുമാണ്. ആൽഫയും ഒമേഗയുമായ ദൈവം, ആദ്യനും അന്ത്യനുമായ ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ ഈ പ്രയോഗം ഇംഗ്ലീഷ് പരിഭാഷയിൽ 4 പ്രാവശ്യവും മലയാളത്തിൽ 3 പ്രാവശ്യവുമുണ്ട്. ആ ഭാഗങ്ങൾ ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:8, 21:6, 22:13, 11:1. ഈ 11:1 ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവമാണ് സ്വയം അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റിടങ്ങളിൽ യേശുക്രിസ്തുവാണ് തന്നെ തന്നെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ് ഞാൻ ആൽഫയും ഒമേഗയുമാണെന്ന് അരുളി ചെയ്തിരിക്കുന്നത്.
റോമർ 11:36 നാം ഇങ്ങനെ കാണുന്നുണ്ട്: സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. സർവശക്തനായ ദൈവം തൻ്റെ സർവാധികാരത്തെയും സർവാധിപത്യത്തെയും ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ് ഇവിടെ. തക്ക സമയത്ത് അവൻ തൻ്റെ ക്രിസ്തുവിനെ അയക്കും, തന്നെ കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായും തന്നെ തള്ളിക്കളഞ്ഞവരുടെ ന്യായവിധിക്കായും. ഒരു വചനഭാഗം കൂടെ വായിച്ചു കേട്ടിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 2 തെസ്സലോനിക്കർ 1:6-8 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. നീതിമാനായ ദൈവം തൻ്റെ നീതി വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇതുവരെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ മുഖവരെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കാം. 9 വാക്യങ്ങൾ. 9-ാം വാക്യം ഞാൻ വായിക്കുന്നു: നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഈ വാക്യത്തിൽ അപ്പോസ്തലൻ സ്വയം പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ താൻ ആയിരിക്കുന്ന സാഹചര്യവും വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. ദൈവമക്കളോട് എല്ലാ കാര്യത്തിലും താതാത്മ്യം പ്രാപിക്കുകയാണ് അപ്പോസ്തലൻ ചെയ്യുന്നത്. നിങ്ങളുടെ സഹോദരൻ, അപ്പോസ്തല പ്രമുഖരിൽ ഒരാൾ, യേശുക്രിസ്തു കൂടുതൽ സ്നേഹിച്ച തൻ്റെ ശിഷ്യൻ, സഭയോട് തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ സഹോദരൻ എന്നാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്യം ഇവിടെ വളരെ പ്രസിദ്ധമാണ്. 1 തെസ്സലോനിക്കർ 2:6. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് കനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരെന്ന ആ മഹാപദവിയിൽ അഭിമാനത്തോടെ കനത്തോടെ ഇരിപ്പാൻ അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ അതിനവർ കൂട്ടാക്കാതെ എല്ലാ വിശ്വാസികളോടും ഒരു വിധത്തിലുമുള്ള വിഭജനവുമില്ലാതെ എല്ലാവരോടും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വർത്തിക്കുകയാണ് ചെയ്തത്. ക്രിസ്തു വിശ്വാസികളായ മറ്റു സഹോദരന്മാരെക്കാൾ കൂടുതൽ മാന്യത തങ്ങൾക്ക് വേണമെന്ന് അപ്പോസ്തലന്മാരാരും ആഗ്രഹിച്ചില്ല. യോഹന്നാന്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ സ്വയം പരിചയപ്പെടുത്തൽ അതാണ് തെളിയിക്കുന്നത്. യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി. യേശുവിനെ പ്രതി കഷ്ടം സഹിക്കുന്നതിൽ, സഭയിൽ, സഹനത്തിൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഭാ മക്കളോട് കൂട്ടാളിയാണ് താനെന്ന് സ്വയം സമ്മതിക്കുകയാണ് അപ്പോസ്തലൻ. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. താനിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നതെന്ന് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നു. ദൈവവചനം പ്രസംഗിക്കുകയും യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തതുകൊണ്ട് റോമൻ ഭരണകൂടം തന്നെ ശിക്ഷിച്ച് നാട് കടത്തിയിരിക്കുകയാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക്. AD 96 റോമൻ ചക്രവർത്തിയായിരുന്ന ഡൊമേഷ്യനാണ് അപ്പോസ്തലനായ യോഹന്നാനെ നാടുകടത്തിയതെന്ന് നാം നേരത്തെ കണ്ടു. പത്മോസ് ഇന്ന് ഗ്രീസിന്റെ അധീനതയിലുള്ളതും ഈജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഒരു ചെറിയ ദ്വീപാണ് പത്മോസ്. റോമൻ ഭരണകാലത്ത് കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും നാട് കടത്തുന്നതിന് ഈ ദ്വീപ് ഉപയോഗിച്ചിരുന്നു. കുന്നുകളും പാറക്കെട്ടുകളും നിറഞ്ഞ വിജനമായ ഈ ദ്വീപിന്റെ അന്തരീക്ഷം ഭയാനകവും ഭീകരവുമായിരുന്നു. എന്നാൽ ഇന്ന് അവിടെ ജനവാസമുണ്ട്. അതിൻ്റെ ആകെ വിസ്തീർണം 45 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ്. ഇന്ന് പത്മോസ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ന് പത്മോസ് അറിയപ്പെടുന്നത് വെളിപ്പാടിൻ്റെ നാട് എന്നാണ്. 10-ാം വാക്യം: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃ ദിവസം വേദപുസ്തകത്തിൽ
ഇവിടെ മാത്രമേ ഈ പ്രയോഗം കാണുന്നുള്ളൂ. ഇതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. ഒന്നാമത്തേത്, യഹൂദിൻ്റെ ശബത്ത് ദിവസമായ ശനിയാഴ്ചയാണ് കർത്തൃദിവസം എന്ന് പറയുന്നെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസമായ ഞായറാഴ്ചയാണെന്ന് പറയുന്നു. ഇനി മറ്റൊരു കൂട്ടർ കർത്താവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ചുള്ള കർത്താവിൻ്റെ ദിവസമാണ് അപ്പസ്തോലൻ പറഞ്ഞ കർത്തൃദിവസമെന്ന് പറയുന്നു. എന്നാൽ അപ്പസ്തോലൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ ആത്മവിശുദ്ധയിലായ ആ കർത്തൃദിവസം ഏതാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തേത്, യഹൂദിൻ്റെ ശബത്ത് ദിവസമാണ് കർത്തൃദിവസം എന്ന വാദം. ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥത, വിശ്രമം എന്നൊക്കെയാണ് ഈ പദത്തിന് അർത്ഥം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങളിലാണ് ആദ്യമായി നാം ഇത് കാണുന്നത്. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായ 7-ാം ദിവസത്തെ താൻ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു എന്ന് കാണുന്നു. ആഴ്ചവട്ടത്തിലെ 7-ാം ദിവസമാണ് ശബത്തായി ആചരിച്ചു വരുന്നത്. എന്നാൽ ആദ്യം മുതൽ മോശ വരെയുള്ള ആരോടും ഇത് ആചരിക്കുവാൻ ദൈവം കൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ശബത്ത് ആചരിക്കുവാൻ മോശ മുഖാന്തരം ഇസ്രായേലിനോട് ദൈവം കൽപ്പിച്ചത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിലുണ്ട്. ഞാനിത് വായിക്കുന്നു. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചുവെന്നും ഓർക്കാം. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചു. മിസ്രയീം അടിമത്തത്തിൽ നിന്നും ദൈവം തങ്ങളെ അത്ഭുതകരമായി വിടുവിച്ച ആ മഹാസംഭവത്തെ ഓർക്കുവാൻ വേണ്ടിയാണ് ശബത്ത് ആചരിക്കുവാൻ അവർക്ക് കൽപ്പന കൊടുത്തത്. അതുകൊണ്ട് പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ നിയമസഭയ്ക്ക് ബാധകമല്ല. ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ സഭ ഇത് ആചരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുമില്ല. എന്നാൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും ഇത് ആചരിച്ചിരുന്നല്ലോ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ശരിയാണ്, അവർ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ജീവിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരുടെ ന്യായപ്രമാണം അനുസരിക്കുവാൻ അവർക്ക് കടമയുണ്ടായിരുന്നു. എന്നാൽ ശബത്തിനേക്കാൾ മാനുഷിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചിരുന്നു. താൻ ശബത്തിനും കർത്താവാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. മത്തായി 12-ാം അധ്യായം 8 നാം അത് കാണുന്നു. അതുകൊണ്ട് യഹൂദിൻ്റെ ശബത്ത് ദിവസമായ ശനിയാഴ്ചയാണ് കർത്തൃദിവസം എന്ന വാദം തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത്, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയാണ് കർത്തൃദിവസം എന്ന വാദം. നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. മരണത്തെയും അതിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെയും ജയിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം എന്നീ ഭാഗങ്ങളിൽ നമുക്കിത് കാണാവുന്നതാണ്. അതുകൊണ്ട് ആഴ്ചവട്ടത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ കർത്തൃദിവസമെന്ന് യോഹന്നാൻ അപ്പസ്തോലൻ പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞായറാഴ്ച അല്ലാതെ മറ്റൊരു ദിവസമാകാൻ സാധ്യതയില്ല. എന്നാൽ ശബത്ത് ആചരിക്കുവാൻ ഇസ്രായേലിന് കൽപ്പന കൊടുത്തതുപോലെ ഞായറാഴ്ച ആചരിക്കുവാൻ പുതിയ നിയമസഭയ്ക്ക് കൽപ്പന കൊടുത്തിട്ടില്ല. പുതിയ നിയമ ശബത്താണ് ഞായറാഴ്ച എന്ന പഠിപ്പിക്കലും തെറ്റാണ്. ബാപ്റ്റിസ്റ്റ്, മെത്തഡിസ്റ്റ് ചർച്ചുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ഒരു കൽപ്പനയുണ്ട്. അത് സാത്താന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ നിർവഹിച്ച തൻ്റെ ശരീരയാഗത്തിൻ്റെ ഓർമ്മ ആചരിക്കുവാനാണ്. കർത്താവ് കൽപ്പിച്ചതും പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതുമായ ആ മഹനീയ ശുശ്രൂഷ, കർത്താവിൻ്റെ മേശ, തിരുവത്താഴം, അപ്പസ്തോലന്റെ ഭാഷയിൽ അപ്പം നുറുക്കൽ എന്നൊക്കെ
ഈ ശുശ്രൂഷ അറിയപ്പെടുന്നു. ഇതിനേതെങ്കിലും ഒരു പ്രത്യേക ദിവസമോ സമയമോ ഒന്നും കൽപ്പിച്ചിട്ടില്ല. എന്നാൽ അപ്പസ്തോല പ്രവൃത്തി 20:7 പ്രകാരം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ഞായറാഴ്ച അവർ അപ്പം നുറുക്കാൻ കൂടി വന്നതായി കാണുന്നുണ്ട്. അത് അവരുടെ പതിവായിരുന്നുവെന്നോ എല്ലാ ഞായറാഴ്ചകളിലും അവർ ഈ കർമ്മം നടത്തിയിരുന്നെന്നോ വേദപുസ്തകത്തിൽ തെളിവില്ല. 3 ദിവസത്തെ ഉപവാസമോ കാലുകളിലെ ശുശ്രൂഷ ഒന്നും ഇതിനു മുമ്പായി കൽപ്പിച്ചിട്ടില്ല. അതൊക്കെ അങ്ങനെ ഉപദേശിക്കുന്നവരുടെ സ്വയംകൃതമായ ഉപദേശം മാത്രമാണ്. ഇനി കർത്തൃദിവസത്തെ സംബന്ധിച്ച അടുത്ത വാദം, കർത്താവിന്റെ 2ാം വരവിനോട് ബന്ധപ്പെട്ട യഹോവയുടെ ദിവസം അല്ലെങ്കിൽ കർത്താവിന്റെ ദിവസം ആണ് അപ്പസ്തോലൻ പറഞ്ഞ കർത്തൃദിവസം എന്ന വാദം. ചില വചനഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആമോസ് പ്രവചനം 5:18 മുതൽ 20 വരെ. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്കയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അതൊരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവൻ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരിനോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെയാകുന്നു. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാതെ അന്ധതമസ് തന്നെ. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. സെഫന്യാവ് 1:15 വാക്യം. ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം, മേഘവും മൂടലുമുള്ള ദിവസം. ഈ 2 വചനങ്ങളിലും പറഞ്ഞിരിക്കുന്ന യഹോവയുടെ ക്രോധ ദിവസത്തിൽ ആയിരുന്നു അപ്പസ്തോലൻ പത്മോസിലായിരുന്നത്. അപ്പസ്തോലൻ പറഞ്ഞ ആ കർത്തൃ ദിവസം ഇതായിരുന്നോ? ഒരിക്കലുമല്ല. നമ്മൾ ചിന്തിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പസ്തോലൻ പറഞ്ഞ കർത്തൃ ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഞായറാഴ്ചയായിരുന്നു എന്ന് നമുക്ക് നിശ്ചയമായിട്ടും ഉറപ്പിക്കാം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മവിവശത, ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുക. ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് ഓൺ ദ ലോർഡ്സ് ഡേ എന്നാണ്. ആത്മാവിലായി എന്നാണ്. ഈ വചനത്തിൽ ചില തിരിമറികളൊക്കെ നടത്തിയാണ് വ്യാഖ്യാതാക്കൾ അവരുടെ സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുവാൻ നോക്കുന്നത്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആത്മവിവശതയിൽ അപ്പസ്തോലൻ കർത്തൃ ദിവസത്തിലേക്ക് മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ ആ ദിവസത്തിലെ കാഴ്ചകൾ കണ്ടു എന്ന് വ്യാഖ്യാനിച്ചു പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. YSK എഴുതിയ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം പേജ് 51 ഇത് കാണാം. ഈ പുസ്തകം വെളിപ്പാട് പുസ്തകത്തിന് മലയാളത്തിൽ ആദ്യമായി എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥമാണ്. ഇനി ഈ കർത്തൃ ദിവസം കർത്താവിന്റെ മധ്യാകാശ വരവ് മുതൽ പുതിയ ആകാശഭൂമി വരെയുള്ള സുദീർഘമായ ഒരു കാലഘട്ടമാണെന്നാണ് അവർ പറയുന്നത്. പ്രസ്തുത പുസ്തകത്തിന്റെ 50-ാം പേജിൽ നാം ഇത് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കർത്താവിന്റെ ക്രോധ ദിവസത്തിന് കുറഞ്ഞത് 1001 വർഷങ്ങളെങ്കിലും ഉണ്ടാകണം. അതായത് സഭ എടുക്കപ്പെട്ട ശേഷം അധർമ്മമൂർത്തി ഭരിക്കുന്ന 7 വർഷം, ശേഷം സഹസ്രാബ്ദം, അത് തന്നെ 1007 വർഷങ്ങളായി. പിന്നെ ഒരു ഇടക്കാലം, അത് എത്ര കാലമെന്ന് അറിയില്ല. പിന്നെ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി, പുതുവാനഭൂമി. ഇതാണ് ഓർഡർ. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. സെഫന്യാവ് 1:14 മുതൽ 18 വരെ വാക്യങ്ങൾ. മുഴുവൻ വാക്യങ്ങളും ഞാനിവിടെ വായിക്കുന്നില്ല. ഞങ്ങളുടെ പുസ്തകത്തിൽ ഈ ഭാഗങ്ങൾ വായിച്ച് പരിശോധിക്കാം. 18-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. സെഫന്യാവ് 1:18. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സർവഭൂമിയും അവന്റെ തീക്ഷ്ണതാഗ്നിക്ക് ഇരയായിത്തീരും. സകല ഭൂവാസികൾക്കും അവൻ ശീഘ്ര സംഹാരം വരുത്തും. ശീഘ്ര സംഹാരം വരുത്തുമെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഹരിക്കുമെന്നല്ലല്ലോ. പുതിയ നിയമത്തിൽ നിന്നും ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. 2 പത്രോസ് 3:10 വാക്യം.
കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. കർത്താവിന്റെ ദിവസം കള്ളൻ വരുന്നത് പോലെ നനച്ചിരിക്കാത്ത സമയത്ത് വരുമെന്നാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയുമുണ്ട് ധാരാളം വചനങ്ങൾ. ഈ വേദഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് യഹോവയുടെ ക്രോധ ദിവസം എന്ന് പറയുന്ന ആ സമയം ഒരു ചെറിയ കാലഘട്ടം മാത്രമാണെന്നാണ്. അത് എത്ര ദിവസമെന്നോ എത്ര കാലമെന്നോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ക്രോധ ദിവസം, ഒടുക്കത്തെ നാൾ, യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം, കർത്താവിൻ്റെ നാൾ, അന്ത്യദിനം, ഈ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യം വളരെ വ്യക്തമാകും. ഇനി അപ്പസ്തോലനെ ആത്മവിശുദ്ധിയിൽ കർത്തൃ ദിവസത്തിലേക്ക് കൊണ്ടുപോയി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്ന രീതി പരിശുദ്ധാത്മാവിനില്ല. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം ഞാൻ വായിക്കാം. 21-ാം അധ്യായം 10-ാം വാക്യം. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇവിടെ വളരെ വ്യക്തമാണ്. ആത്മവിശുദ്ധിയിൽ അപ്പസ്തോലനെ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി ചില ദർശനങ്ങളൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുന്നു. ഈ ഭാഗം പഠിക്കുമ്പോൾ അവിടെ അപ്പസ്തോലന് എന്താണ് കാണിച്ചു കൊടുത്ത ദർശനങ്ങളൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ചില സിദ്ധാന്തങ്ങൾ സ്ഥാപിക്കുവാൻ ദൈവവചനത്തെ കൂട്ടി മാറ്റി അതിദയനീയമായ സ്ഥിതിയിലായിരിക്കുകയാണ് ദൈവസഭ ഇന്ന്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. 11-ാം വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.